നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ഒരു ഫംഗ്ഷനിൽ വെച്ച് ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. ഒറ്റ നോട്ടത്തിൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ആ, ഇത് തന്നെ. ഐശ്വര്യം മാത്രല്ല, നല്ല വിനയവും സൗന്ദര്യവും സ്വഭാവശുദ്ധിയും ഒക്കെയുള്ള കുട്ടിയാ. തറവാടിത്തത്തിന്റെയും സാമ്പത്തിക നിലയുടെയും കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഭരണതലത്തിലുള്ള സ്വാധീനം അത് വേറെ. ഷൺമുഖദാസിന്റെ പാർട്ടി സർക്കാരിനെ പിന്തുണച്ചതുകൊണ്ട് ഉടൻ തന്നെ വീണ്ടും മന്ത്രിയാകാനും സാധ്യതയുണ്ട്. രാഘവേട്ടനെ കാണണ്ടേ? ഷൺമുഖദാസ് മന്ത്രിയാവുന്നതിന് ഞാൻ അയാളെ മോളെ ഫോട്ടോ കാണുന്നത്. രാഘവേട്ട, മഞ്ചരി വിഷ്ണുവിന് നല്ല മാച്ചാ. ആ കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്ക് അങ്ങനെ ഒരു ആശ തോന്നി. ഷൺമുഖദാസ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനത് അപ്പ പറയാതിരുന്നത്. അതുകൊണ്ടാ വിജയകുമാറിനെ ഒരു ഇടനിലക്കാരനായി വെച്ചത്. അവർക്ക് 100 വട്ടം സമ്മതമാ. സത്യം പറഞ്ഞ അവർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വിഷ്ണുവിനെ എവിടെയോ വെച്ച് ആ കുട്ടി കണ്ടിട്ടുണ്ടത്രേ. സത്യാമ്മയുടെ അതേ മാനസികാവസ്ഥയായിരുന്നു ഷൺമുഖൻ സാറിനും. ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെയായി. എടാ, ഇതൊന്ന് നോക്ക്, നിനക്കിഷ്ടപ്പെടും. അപ്സരസിനെ പോലൊരു പെണ്ണ്. വിഷ്ണു, എന്താ നീ കാട്ടിയത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അപ്സരസിന് എനിക്ക് വേണ്ടെന്ന്. പിന്നെ ആരാടാ നിനക്ക് വേണ്ടത്? ശാലിനി. അവള് മാത്രമായിരിക്കും വിഷ്ണുവിന്റെ ജീവിതത്തിലുള്ള പെണ്ണ്, മരണം വരെ. എന്നിട്ട് എവിടെയാടാ നിന്റെ ശാലിനി? വർഷം 6 കഴിഞ്ഞില്ലേ? 6 അല്ല, 600 വർഷം കഴിഞ്ഞാലും സത്യഭാമയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ല. തെറ്റ് ചെയ്യാത്തവളായിരുന്നെങ്കിൽ പിന്നെ പേടിക്കുന്നത് എന്തിനാടാ? അപ്പോ കുറ്റബോധം. അതുകൊണ്ടല്ലേടാ അവൾ ഓടി ഒളിച്ചു കളഞ്ഞത്. എടാ, യാഥാർത്ഥ്യം മനസ്സിലാക്ക്. നിന്റെ ഭാര്യ എന്ന നിലയിലല്ല, അവൾക്കൊരു കൂടപ്പിറപ്പുണ്ട് ഇവിടെ. അവൾക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാനെങ്കിലും ഒരൊറ്റ തവണ വരായിരുന്നല്ലോ അവൾക്ക്. അത് ചെയ്തോ അവള്? ശരിക്കും ആ കുഞ്ഞെന്റെ കുഞ്ഞേച്ചിയുടെയാ? എന്താ എന്താ നീ പറഞ്ഞേ? എന്താ നീ പറഞ്ഞെന്ന്? അത് നിന്റെ മകളല്ലേ പത്മിനി? എന്റെ വയറ്റിലെ കുഞ്ഞ്. അത് ഇന്നൊരു ദിവസം ഉണ്ടായ പ്രതീക്ഷയാ. അതെന്റെ കൂടപ്പിറപ്പിന് കൊടുക്കാൻ അമ്മ സമ്മതിക്കണം. നമ്മുടെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടി പ്ലീസ്. നിന്നോട് ചോദിച്ചത് പത്മിനി ശാലിനിയുടെ കുഞ്ഞാണോന്ന്. അത് സത്യമേ, എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ അത് കുഞ്ഞിച്ചിയുടെയും കുഞ്ഞു തന്നെയല്ലേ?
അത് അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരലങ്കാരത്തിന് വേണ്ടിയേ അങ്ങനെയൊക്കെ പറയാൻ. പപ്പി മാത്രമല്ല, ഈ വീട്ടിൽ വേറൊരു കുഞ്ഞുകൂടിയുണ്ട്. പ്രീതിയുടെ മകൾ ശ്രീപാർവതി. വേറൊരു വീട്ടിൽ ആ കുഞ്ഞ് താമസിക്കുന്നെങ്കിലും ദിവസത്തിൽ ഒരു തവണ വീഡിയോ കോളിലെങ്കിലും ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതിനടി മനുഷ്യത്വമെന്നും രക്തബന്ധം എന്നൊക്കെ പറയുന്നത്. ഒരു മനുഷ്യ സ്ത്രീയാണോ നിന്റെ കുഞ്ഞേച്ചി? വിഷ്ണു, നീ പറയും നിന്റെ ജീവിതത്തിലെ ഏക പെണ്ണ് ശാലിനിയാണെന്ന്. അത് നിന്റെ നല്ല മനസ്സ്. എടാ, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരണ്ടല്ലോ എന്നുള്ള നിന്റെ വിചാരം. പക്ഷേ ആ വിചാരം അവൾക്കില്ലെങ്കിലോ? ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിനോട് ആത്മാർത്ഥമായ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ അയാള് എവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാതെ 6 വർഷമെന്നല്ല 6 സെക്കൻഡ് പോലും സമാധാനമായിട്ടിരിക്കാൻ അവൾക്ക് പറ്റില്ല. എടാ, നിന്നെ അവള് മറന്നു. മോനെ, ആദ്യം നീ അത് ഉൾക്കൊള്ളു. എടാ മോനെ, നീ അതങ്ങ് മറന്നു കളാം. എടാ, നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുന്നത് കൊണ്ടുള്ള സങ്കടം കൊണ്ടാ. എടാ, നീ ഈ കല്യാണത്തിന് സമ്മതിക്കേ മോനെ. നല്ല കുട്ടിയാ മഞ്ജരി. മോനെ, നീ ആ ഫോട്ടോ ഒന്ന് എടുത്തു നോക്ക്. ഒന്ന് നോക്കടാ. എടാ, സത്യഭാമയുടെ മകൻ വിഷ്ണുവിന് വാക്കൊന്നേ ഉള്ളൂ. ശാലിനി മാത്രമായിരിക്കും എന്റെ ജീവിതത്തിലുള്ള പെണ്ണ്. വേറൊരു അപ്സരസിനും വിഷ്ണുവിന്റെ മനസ്സിൽ സ്ഥാനമില്ല. ഡബിളേ ആ ഈ ബന്ധം നടന്നു എന്ന് തന്നെ കരുതിയതാ. വിഷ്ണുവിനെ അവർ കണ്ടിട്ടുള്ളത് കൊണ്ട് പെണ്ണ് കാണൽ ചടങ്ങ് പോലും ആവശ്യമില്ലെന്നാ ഷൺമോഹൻ സാറ് പറഞ്ഞത്.
പെണ്ണിനെയും കൊണ്ട് അവർ ഇങ്ങോട്ട് വരാമെന്ന്. പെണ്ണ് ജീവിക്കേണ്ട വീടിതായതുകൊണ്ട് അവളത് കണ്ടിരിക്കട്ടെ എന്നാ സാറ് പറഞ്ഞത്. ഇതിപ്പോ അവരോട് വരാൻ പറ വിജയകുമാരൻ. അല്ല, വിഷ്ണുവിന് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് വിഷ്ണുവിന്റെ ഇഷ്ടമല്ല, സത്യഭാമയുടെ ഇഷ്ടം. അതാ ഇവിടെ നടക്കുക. ഞാൻ ഓഫീസ് ടേബിളിൽ വെക്കാൻ പോകുന്നത് ദാ ഈ ബോർഡാ. ശാലിനി വിഷ്ണു IAS. ശാലിനി, എവിടെയാണോ ഇയാള്? 6 വർഷം 6 വർഷമായി ഇയാളെ ഒരു നോക്ക് കണ്ടിട്ട്. 6 വർഷമല്ല, 600 യുഗങ്ങളായിട്ട് അത് കടന്നുപോയത്. എന്റെ ഹൃദയം ഇതിനെ കാണുന്നില്ല. ഇയാളെ കുറിച്ചുള്ള ഓർമ്മകളിൽ മാത്രം ഞാൻ ജീവിക്കുന്നേ. എനിക്ക് ഉറപ്പുണ്ട് ശാലിനി, ഇയാൾ വരുന്ന ഇന്നല്ലെങ്കിൽ നാളെ. ആ ദിവസത്തിന് വേണ്ടി മാത്രം എന്റെ ജീവിതം. പൊന്നി, എന്താ സത്യമേ? ദേ, ഇനി ഇതിവിടെ കാണരുത്. സത്യമേ, ഇത് ഇനി ഈ സാധനം ഈ മതിൽക്കെട്ടിനുള്ളിൽ കണ്ട പുറത്തു പോകുന്നത് നീ ആയിരിക്കും. അവളെക്കുറിച്ചുള്ള ഓർമ്മയുടെ ഒരു നിഴൽ പോലും ഇവിടെ ഇനി കാണാൻ പാടില്ല. പോ. വിഷ്ണു അച്ഛൻ ഇനിയും വന്നില്ലല്ലോ. പപ്പിയുടെ അച്ഛന്റെ പേര് വിഷ്ണു എന്നാ? എന്റെ അച്ഛന്റെ പേര് രോഹിത് എന്നാ. പിന്നെ വിഷ്ണു അച്ഛൻ പറഞ്ഞത്? വിഷ്ണു അച്ഛൻ എന്റെ അച്ഛന്റെ ചേട്ടനാ. ഓ, വല്യച്ഛനെയാണോ വിഷ്ണു അച്ഛൻ എന്ന് വിളിക്കുന്നത്? അച്ഛൻ വരില്ലേ സ്കൂളിൽ നിന്ന് കൂട്ടാൻ? അച്ഛനെക്കാളും എന്നെ ഇഷ്ടം വല്യച്ഛനാ. അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ, അതാ ആള്. ഓ, ബിഗ് ഫ്രണ്ട്. ബിഗ് ഫ്രണ്ടോ?
പറ പോൾസ. ഞാൻ സ്പോട്ടിലുണ്ട് മാഡം. കുട്ടിയെ കണ്ടോ? കണ്ടു. മാഡം അയച്ചു തന്ന ഫോട്ടോയിലെ കുട്ടി ഇതേ എൻ്റെ തൊട്ട് മുമ്പിൽ നിൽപ്പുണ്ട്. പരുന്തിന് റാഞ്ചാൻ പാകത്തിന് നിൽക്കുന്ന കോഴിക്കുഞ്ഞിനെ പോലെ. എന്നാ റാഞ്ചിക്കോ പോൾസ. കൊത്തി കീറണോ കടിച്ചു പറിക്കണോന്നൊക്കെ പിന്നാലെ ഞാൻ പറയാം. പപ്പിയുടെ വല്യച്ഛൻ എന്റെ ഫ്രണ്ടാ, ബിഗ് ഫ്രണ്ട്. അതെങ്ങനെ? അമ്പലത്തിൽ വെച്ച് തേങ്ങ ഇടാതെ ഞാൻ കഷ്ടപ്പെട്ടപ്പോ പപ്പിയുടെ വല്യച്ഛനാ എനിക്ക് ഉടച്ചു തന്നത്. ഞാൻ താങ്ക്സ് പറഞ്ഞപ്പോ താങ്ക്സ് വേണ്ട ഉമ്മ മതിന്ന് പറഞ്ഞു. അത് പപ്പിയെ പോലെ എന്നെയും വലിയ ഇഷ്ടായോണ്ടല്ലേ? ആണോ? അതുകൊണ്ട് ഞാൻ ഫ്രണ്ടാക്കി. വലിയ ഫ്രണ്ട് ആയോണ്ട് ബിഗ് ഫ്രണ്ട്. വിഷ്ണു അച്ഛനെ കാണുന്നില്ലല്ലോ. ബിഗ് ഫ്രണ്ടിങ് വരും. നീ ഒന്ന് സമാധാനിക്കേ. എല്ലാരും പോയില്ലേ സത്യേ? അതുകൊണ്ട് എന്താ? പെൺകുട്ടികൾ പേടിക്കാൻ പാടില്ല. നല്ല ധൈര്യം വേണോന്നാ എന്റെ അമ്മ പറയുന്നേ. ആണോ? എന്റെ അമ്മ അങ്ങനെയൊന്നും പറയാറില്ല. സാരമില്ല, നീ പേടിക്കണ്ട. എന്നെ കൊണ്ടുപോകാൻ എന്റെ അമ്മ വരും. നിന്നെ എന്തായാലും ഇവിടെ തനിയെ വിട്ടിട്ട് പോവില്ല. നീ എന്റെ ഫ്രണ്ട് അല്ലേ? റെഡിയായി നിന്നോ? ശരി. മക്കളെ, നിങ്ങളെ കൊണ്ട് ആരും വന്നില്ലേ? ഇല്ല അങ്കിൾ, വല്യച്ഛൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. പപ്പി നിന്നോടല്ലേ വിഷമിക്കണ്ടെന്ന് പറഞ്ഞത്? നിന്നെ കൊണ്ടുപോകാൻ ആരും വന്നില്ലെങ്കിൽ അമ്മ വരുമ്പോ നിന്നെ ഞങ്ങള് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. മോളെ മോളെ കൊണ്ടുപോകാൻ വന്നതാ ഞാൻ. വാ. വല്യച്ഛൻ വരില്ലേ? ആശാന് വേറെന്തോ തിരക്കുണ്ട്. അതുകൊണ്ട് സത്യാമ്മയാ എന്നെ അയച്ചത്. അങ്കിളിനെ ഇതിനു മുമ്പ് വീട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനേ വീട്ടിലേക്ക് അങ്ങനെ വരാറില്ല മോളെ. എനിക്കങ്ങ് ഫാക്ടറിയിലാ ജോലി. വാ മോളെ, ഇത് കഴിഞ്ഞ് അങ്കിളിന് വേറെയും ജോലി ഉള്ളതാ. വാ. നിക്ക്. എന്താ കുട്ടി? നിങ്ങൾ ആരയച്ചു എന്നാ പറഞ്ഞത്? സത്യാമ്മ. ശരി, സത്യാമ്മ ഫോൺ ചെയ്. ഇവിടെ സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് ഇവിടെ കൂടെ വിടാം. എന്താ മോള് പറഞ്ഞത് കേട്ടില്ലേ? ഫോൺ ചെയ്ത് സംസാരിക്കേ. അത് എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല. എന്റെ ഫോണില് ആവശ്യത്തിന് ബാലൻസ് ഉണ്ട്. നമ്പർ വരെ വിളിക്കാം. നമ്പർ പറയടൂ. നമ്പരൊന്നും ഞാനങ്ങനെ സേവ് ചെയ്തിട്ടില്ല. നമ്പർ സേവ് ചെയ്തിട്ടില്ലെന്നോ? പുതിയ നമ്പരുമായിട്ട് ഇറങ്ങിയിരിക്കുക. പോലീസിനെ വിളിക്കണോടാ? എടാ വിളിക്കണമെന്ന്. പൊന്നു സഹോദര, വേണ്ട. ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. വെറുതെ പോലീസിന്റെ ഇടി കൊള്ളിക്കല്ലേ. കുടുംബവും പ്രാരാബ്ദമൊക്കെ ഉള്ളതാ. ഞാനങ്ങ് പൊക്കിയോളാം. എന്നാ പോയനടാ. ഈ പരിസരത്തിന് കണ്ടുപോകരുത്. കണ്ടാ തന്നെ കഞ്ചാവ് കേസാ. മക്കളെ, പരിചയമില്ലാത്തവരൊന്നും വന്ന് വിളിച്ചാ കൂടെ പോയിക്കളയല്ലേ. കാലം വല്ലാത്തതാ. കരീമിക്ക, മാഡം വിളിക്കുന്നു. ആ, ദാ വരുന്നു.